ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സെൽസ് എന്നുള്ള പറയുന്ന ഈ ഓപ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഇൻസേർട്ട് സെൽസ്, ഇൻസേർട്ട് ഷീറ്റ്, റോസ്, കോളംസ്, ഇൻസേർട്ട് ഷീറ്റ്, അതുപോലെ ഡിലീറ്റ് സെൽസ്, ഡിലീറ്റ് ഷീറ്റ്, റോസ്, ഡിലീറ്റ് ഷീറ്റ്, കോളംസ്, ഡിലീറ്റ് ഷീറ്റ്, ദെൻ ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻസേർട്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ ഒരു ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ, ദെൻ ഫ്യൂ നെയിംസ്, ദെൻ സാലറി. ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോമാറ്റ് ചെയ്യുവാണ്. കാലിബ്രി സെലക്ട് ചെയ്തു. അതിലൊരു അൾജീരിയൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. ദെൻ നെക്സ്റ്റ് കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്തു. ദെൻ മിഡിലാക്കി. അപ്പോൾ എനിക്കിനി ഇതിനകത്ത് ചെയ്യാനുള്ളത്, ഇതിൽ എനിക്ക് ഒരു പുതിയ കോളം, അതായത് നെയിമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഏജ് എന്ന് പറഞ്ഞൊരു കോളം എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വിട്ടുപോയി. അപ്പോൾ ഈ സാലറിയുടെ ഇടയ്ക്ക് എനിക്ക് ഏജ് എന്ന് പറഞ്ഞൊരു പുതിയ കോളം ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നെയിമും സാലറിയുടെ ഇടയ്ക്കായിട്ടാണ് പുതിയ കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത്, ഏത് കോളത്തിന് മുമ്പാണോ ഒരു കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ കോളം നമ്മൾ സെലക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് സാലറിയുടെ മുമ്പാണെങ്കിൽ സാലറി എന്ന് പറയുന്ന ആ ഒരു കോളം. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 4000 2000 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോളത്തിന് മുമ്പ് നമുക്കൊരു കോളം വേണം. സോ ആ കോളം നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻസേർട്ട് നോക്കുക. ഇൻസേർട്ടിൻ്റെ അവിടെ നമ്മൾ കോളംസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റി, അവിടെ ഒരു പുതിയ കോളം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കോളം കഴിഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തത്, പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്തിട്ട് അൺഡു കൊടുത്തപ്പോൾ അതങ്ങ് പോയി. ഇനി റീഡു കൊടുക്കുകയാണെങ്കിൽ ആ കോളം വീണ്ടും അതുപോലെ വരും. അതാണ് റീഡു ഓപ്ഷൻ്റെ യൂസ്. അതായത് ഈ ടോപ്പിൽ അൺഡു ഉണ്ട്, റീഡു ഉണ്ട്. അൺഡു മീൻസ് നമ്മളിപ്പോൾ ചെയ്തത് പോവും. റീഡു മീൻസ് നമ്മളിപ്പോൾ ചെയ്ത് ഒന്നും കൂടെ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പുതിയൊരു കോളം ഞാനിവിടെ ഏജ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ദെൻ ഏജ് ജസ്റ്റ് സംതിങ് ഏജസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഏജസ് 5 ഇനി എനിക്ക് ഇവിടെ 8-ന് മുമ്പ് പുതിയ ഒരാളെയും കൂടി ഇൻസേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എനിക്ക് പുതിയ ഒരു റോയും കൂടി ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ വരുന്ന കേസിൽ ഞാൻ എന്ത് ചെയ്യണം, 8-ലോ ഇവിടെയോ അല്ലെങ്കിൽ ഈ ഒരു 10-ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് മുകളിലാണ് പുതിയ റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഏത് സെല്ലിൽ വേണമെങ്കിലും എനിക്ക് ക്ലിക്ക് ചെയ്യാം. 200 ഞാൻ ക്ലിക്ക് ചെയ്തു. അതിന് മുകളിൽ എനിക്കൊരു പുതിയ റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് കൊടുക്കുക, ഇൻസേർട്ട് റോ കൊടുക്കുക, പുതിയൊരു റോ അവിടെ ഇൻസേർട്ട് ചെയ്യും. സോ അപ്പോൾ ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ 1ഉം 2ഉം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 10 ആയി. അതല്ലാന്നുണ്ടെങ്കിൽ 1 മാത്രം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫിൽ സീരീസ് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഒരു പുതിയ റോ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു, പുതിയ കോളം ഇൻസേർട്ട് ചെയ്തു. ഇനി ഇവിടെ തന്നെ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷീറ്റ് 1-ലാണ്. ഇനി എനിക്കൊരു പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഷീറ്റ് കൊടുത്തപ്പോൾ എന്ത് പറ്റി, ഷീറ്റ് 1-ൽ നിന്നാണ് നമ്മൾ ന്യൂ ഷീറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തത്. അപ്പോൾ ഷീറ്റ് 1-ന് മുമ്പിലൊരു ഷീറ്റായി. സോ നമുക്കൊരു പുതിയ കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതിനെയാണോ സെലക്ട് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പിലായിട്ടായിരിക്കും നമ്മുടെ റോയും കോളവും ഷീറ്റും എല്ലാം ഇൻസേർട്ടായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഇൻസേർട്ട് സെൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇൻസേർട്ട് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ 56 ദാണ്ട് ഈ 4th റോയിൽ അല്ലെങ്കിൽ H എന്ന് പറഞ്ഞ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു 56 ഞാൻ സെലക്ട് ചെയ്തു. ഇനി അവിടെ ഞാൻ ഇൻസേർട്ട് സെൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് സെൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. എൻറ്റയർ റോ, എൻറ്റയർ കോളം, ഷിഫ്റ്റ് സെൽസ് റൈറ്റ്, ഷിഫ്റ്റ് സെൽസ് ഡൗൺ. അപ്പോൾ ഇവിടെ ഞാൻ എൻറ്റയർ റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പുതിയൊരു അതിന് തൊട്ട് മുമ്പിലായിട്ടൊരു പുതിയൊരു റോ അല്ലെങ്കിൽ ഒരു പുതിയ സെൽ അതിന് മുകളിലായിട്ട് വന്നിട്ട് ഇതെല്ലാം കൂടെ താഴോട്ട് വരും. ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ 4000 സെലക്ട് ചെയ്തു. ഇൻസേർട്ട് സെല്ലിൽ കൊടുത്തിട്ട് ഇവിടെ എനിക്ക് എൻ്റെ റോയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പുതിയ റോ ഫുള്ളായിട്ട്, ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റി ഒരു പുതിയ റോ ഫുള്ളായിട്ട് എൻ്റർ ചെയ്തു. ഞാനിത് കൺട്രോൾ ചെയ്തിട്ട് കൊടുത്തു. ഇനി വീണ്ടും ഞാൻ 4000 സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് സെല്ലിൻ്റെ അവിടെ ന്യൂ എൻ്റർ കോളം കൊടുക്കുകയാണെങ്കിൽ 4000 തൊട്ട് മുമ്പിലായിട്ടൊരു പുതിയ
കോളം അവിടെ എൻ്റർ ആയിട്ട് വരും. ഇനി ഇവിടെ വീണ്ടും ഇൻസേർട്ട് സെല്ല് കൊടുത്തിട്ട് ഷിഫ്റ്റ് സെൽസ് ഡൗൺ, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4000 തൊട്ട് മുമ്പിൽ ഒരു പുതിയ സെല്ലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. റോയോ കോളോ അല്ല, പുതിയ സെല്ല് ക്രിയേറ്റ് ആവും. ഓക്കെ, കൊടുക്കുമ്പോൾ നോക്കിക്കോണേ, കണ്ടോ 4000 മുമ്പിൽ പുതിയ സെല്ല് ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഇവിടെ ഷിഫ്റ്റ് സെൽസ് ഡൗൺ. ഷിഫ്റ്റ് സെൽസ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പോൾ നടക്കുന്നത്? ഇതിന് തൊട്ട് മുമ്പിൽ ഒരു റോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോറി, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് നോക്കിക്കേ, കണ്ടോ അതിൽ 4000 മാത്രം റൈറ്റിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയൊരു സെൽ അവിടെ ക്രിയേറ്റ് ആയി. സോ ഇൻസേർട്ട് സെല്ലിൻ്റെ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റർ റോ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ റോ ക്രിയേറ്റ് ആവും. കോളം മീൻസ് എൻ്റർ കോളം ക്രിയേറ്റ് ആവും. ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന സെൽസ് അവിടെ ഒരു പുതിയൊരു സെല്ല് ക്രിയേറ്റ് ആയിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് സെൽസ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 56 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ 50 സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് സെല്ലിൻ്റെ അവിടെ ഷിഫ്റ്റ് സെൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ പുതിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യും. അതിന് റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാം റൈറ്റിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് പോവുക. കണ്ടോ, റൈറ്റിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറഞ്ഞ ഓപ്ഷൻസ് അപ്പം ഇൻസേർട്ട് റോ, ഇൻസേർട്ട് കോളം, അതെല്ലാം ഇൻസേർട്ട് സെല്ലിൻ്റെ അവിടെയും ഉണ്ട്. ഇനി ഇതല്ല, നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇവിടെയും ഉണ്ട് ഒരു ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്തു, അതുപോലെ നമുക്ക് ഒരു റോ ഡിലീറ്റ് ചെയ്യണം, റോ അല്ലെങ്കിൽ കോളംസ് ഡിലീറ്റ് ചെയ്യണം, ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മളിപ്പോൾ ഷീറ്റ് 4ൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഡിലീറ്റ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഷീറ്റ് ഡിലീറ്റ് ആയിപ്പം. അതുപോലെ എന്തെങ്കിലും റോസോ കോളംസോ ഒക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഡിലീറ്റ് സെൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് സെൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഞാൻ 5000 സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് സെൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഡിലീറ്റ് ഷിഫ്റ്റ് സെൽസ് അപ്പ്, ഷിഫ്റ്റ് സെൽഫ് ലെഫ്റ്റ് എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റ് സെൽസ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഈ ഒരു സെൽ അങ്ങ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും മേലോട്ട് പോയി. ഇനി ഇവിടെ ഞാനിപ്പം ഇവിടെ ഡിലീറ്റിനോട്ട് ഡിലീറ്റ് സെൽസിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സാധിക്കുന്നത്? ആ ഒരു സെൽ അങ്ങ് ഡിലീറ്റ് ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. കണ്ടോ, അത് 67 ഞാൻ കാണിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഡിലീറ്റിൻ്റെ അവിടെ ഡിലീറ്റ് സെൽസിൽ ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ ആ 67 അങ്ങ് മാറ്റിയിട്ട് എന്ത് പറ്റി? അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലുള്ള ആളും കൂടെ ലെഫ്റ്റിലോട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതിയ റോ ഇൻസേർട്ട് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും മിസ്സായി പോയെങ്കിൽ പുതിയ റോ ഇൻസേർട്ട് ചെയ്യണം, കോൾ ഇൻസേർട്ട് ചെയ്യണം, ജസ്റ്റ് ഒരു കോളം മാത്രമായിട്ട് നമുക്ക് സെല്ല് മാത്രമായിട്ട് ഇൻസേർട്ട് ചെയ്യണം, അങ്ങനെ വരുന്ന കേസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ഈ സെൽസിന് ഓപ്ഷനുണ്ട്. നമ്മുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഡിലീറ്റിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. ഇനി ഫോർമാറ്റ്, ഈ ഫോർമാറ്റിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 എണ്ണം റോ ഹൈറ്റും കോളം വിട്ടും. റോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റോയ്ക്ക് നമുക്ക് കുറച്ചും കൂടെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ റോ ഹൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ബൈ ഡിഫോൾട്ട് 17 കിടപ്പുണ്ട്, നമ്മളൊരു 30 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കണ്ടോ, സൈസ് റോയുടെ സൈസ് ഒന്ന് കൂടി. അതുപോലെ ഇവിടെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കോളം വിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 8 ആണ് കിടക്കുന്നത്, 15 കൊടുക്കുകയാണെങ്കിൽ കോളത്തിൻ്റെ വിട്ട് ഒന്ന് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് റോ ഹൈറ്റും കോളം വിട്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ് ആൻഡ് അൺഹൈഡ് എന്നൊക്കെ ഓപ്ഷനുണ്ട്. അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റോ, 3rd റോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഹൈഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഹൈഡ് ആവും, നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അതിനെ അൺഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ ഒരു പോർഷനിൽ കൊണ്ടുവന്നിട്ട് അൺഹൈഡ് റോസ് എന്ന് പറഞ്ഞ് ആ 2ൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അൺഹൈഡ് റോസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അവിടെ കൊണ്ടുവന്നിട്ട് അൺഹൈഡ് റോസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺഹൈഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഷീറ്റിന് റീനെയിം ചെയ്യാനോ കോപ്പി ചെയ്യാനോ അതിന് ടാബിന് കളറൊന്ന് കൊടുക്കാനോ ഒക്കെ ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് റോ ഹൈറ്റും കോളം വിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് വെയിറ്റ് ഫോർ ദ കമ്മിങ് വീഡിയോസ്.